ഹായ്, നമ്മളിന്നേ ചൂണ്ട കൊത്താനായിട്ട് പോകണേ. നല്ല മഞ്ഞും മഴയൊക്കെ കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം ചൂണ്ട കൊത്തി കുറേ മീനൊക്കെ പിടിച്ചായിരുന്നു. ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് ചൂണ്ട കൊത്തുന്നത്. ഇപ്പം എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമുക്കിനി ചൂണ്ട കൊത്താനായിട്ട് കുറേ കമ്പ് വെട്ടണം, കുറേ കാപ്പിക്കമ്പ് വെട്ടണം, പിന്നെ ഇര പിടിക്കണം. ഈ സന്ധ്യ സമയത്താട്ടോ ചേറ് പിടിക്കുന്നത്. അപ്പം നമ്മൾ ഒത്തിരി നേരത്തെ പോയി കൊത്തേണ്ടതില്ല, ഒരു 5-6 മണിയൊക്കെ ആയിട്ട് കൊത്തിയാൽ മതി. അപ്പോൾ ഇരയൊക്കെ പിടിച്ച് ചൂണ്ട കമ്പൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ സമയമാകും കേട്ടോ. ഒത്തിരി നേരത്തെ ഒത്തിരും ഈ ഇരയൊക്കെ ചെറിയ മീൻ തിന്നു പോകുന്നുള്ളേ. നല്ല കാറ്റത്തൊടിഞ്ഞ കേട്ടോ ഈ മരമൊക്കെ, എല്ലാം ഒടിഞ്ഞ് വഴിയിലേക്ക് കിടക്കുവാണ്. വലിയ കാട്ടുപള്ളികളും ഒക്കെ ഉണ്ടോ. തൊട്ട് താഴത്തിലാണ് ഡാം. ഒരു 10 മിനിറ്റ് വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ ഡാമിലെത്താനായിട്ട് പറ്റും. നമുക്ക് പോകുന്ന വഴിക്കുണ്ട് ഇതുപോലെ കാപ്പിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാപ്പിയുടെ കമ്പൊക്കെ വെട്ടിക്കൊണ്ട് പോകാം. പിന്നെ ഇര പിടിക്കുന്ന നമ്മൾ അക്കരെ വെള്ളത്തിന് പോയിട്ടാണേ. ഇവിടെ എല്ലാം ഇരക്കൂടെ കാപ്പി വെപ്പുണ്ടേ. അപ്പോൾ അതിൻ്റെ കമ്പ് വെട്ടി എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ കമ്പനി ഇത്ര നീളം മതിയേ. ഇതിൻ്റെ അറ്റ സൂചി പോലെ ആക്കണം, കുറവിപ്പിച്ചേ, എന്നാലും മണ്ണിൽ നല്ലതായിട്ട് താഴത്തുള്ളൂ. ചൂണ്ട കൊത്തുന്ന എങ്ങനെയാണെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം. നേരത്തെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറേ കമ്പ് വെട്ടി എടുത്തിട്ടുണ്ടേ. ഒരു 10-12 ചൂണ്ട നമ്മളിപ്പോൾ കൊത്തുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, മീൻ കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഡാമിലേക്ക് വന്നിട്ടുണ്ടേ. ഇത് നമുക്ക് ഇര പിടിക്കാനായിട്ട് പോകണം. നമ്മൾ ഇര പിടിക്കുന്ന അപ്പുറം ഒരു പാറയുണ്ടേ, അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ അത് ആ പാറയിലെ പുല്ല് പറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇര കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇര പിടിക്കാം. ഇത് നമ്മൾ അത്യാവശ്യം ഇര പിടിച്ചിട്ടുണ്ടേ. നമുക്ക് വീഡിയോ എടുക്കാണ്ട് പറ്റില്ല, ഇവിടുത്തെ പുല്ലെല്ലാം പറിച്ച് നമ്മൾ ഇര പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയിക്കോണേ. ഈ ഒരു സമയത്ത് നമ്മൾ ചൂണ്ട കൊത്തുന്നത് കേട്ടോ. വൈകുന്നേരമാണ് ചൂണ്ട കൊത്തിടുന്നത്. രാത്രിക്ക് മീൻ പിടിക്കും, രാവിലെ വന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വേറെ പണിയൊന്നുമില്ല, നേരെ ചൂണ്ട കൊത്തുക, വീട്ടിൽ പോവുക. വെള്ളം കയറി വരുന്നുള്ളേ, പുല്ലലൊന്നും വെള്ളമായിട്ടില്ല. പുല്ലലൊക്കെ വെള്ളമാകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടുന്നത്. ഇത് നമ്മളിവിടെ ഒരു ചൂണ്ട കൊത്തിട്ടുണ്ടേ. ഇങ്ങനെയാണ് ചൂണ്ട കൊത്തുന്നത് കേട്ടോ. ചെറിയ കമ്പ് മതി, വരാലും ചേറും പിന്നെ വാളയൊക്കെയാണ് കൂടുതലായിട്ടും പിടിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ചേറുവിനാണ് കേട്ടോ. അല്ലേ, അടി നിലത്ത് മുട്ടേണ്ട കാര്യമില്ല. ഇരയെ മണ്ണിയുടെ നിലത്ത് മുട്ടേണ്ട കാര്യമില്ല. അതുപോലത്തെ വലിയ പന്നീരാട്ടോ പിടിക്കുന്നത്. ചെറിയ ഇരയൊന്നും ചൂണ്ട കുറക്കാൻ പറ്റില്ല. അതുപോലെ കൊളുത്തും വലിയ കൊളുത്താണ്. ഇതോടെ നമ്മൾ ഈ ഒരു സൈഡ് മൊത്തം നേരത്തെ അങ്ങ് കുത്തിട്ടുണ്ടേ. ഏകദേശം ഒരു അകലത്തിൽ അങ്ങ് കുത്തി വിടുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ. അപ്പോൾ നമ്മളൊരു 10-12 ചൂണ്ട കുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് നോക്കണം മീനുണ്ടോയെന്ന്. മീൻ പിടിച്ച് കിടന്നോളൂണ്ടോ, കുഴപ്പമൊന്നുമില്ല. സന്ധ്യയൊക്കെ ആകുമ്പോൾ മീൻ പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളിവിടെ വെള്ളം ഇട്ടിട്ട് വീട്ടിലേക്ക് കയറി പോകണേ. നമുക്ക് രാവിലെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചൂണ്ട നോക്കാനായിട്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ടേ. രാവിലെ ആയപ്പോഴത്തേക്കും കാലാവസ്ഥ ശരിക്കും മാറി കേട്ടോ. അത്യാവശ്യം മഴ തുള്ളുന്നുണ്ട്. ഈ ചൂണ്ടയ്ക്കൊന്നും ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ കുത്തിയിട്ടുണ്ട്, നോക്കാം. ഇതുണ്ട്, ഇത് വല കെട്ടി മീൻ പിടിക്കുന്ന ആൾക്കാരാട്ടോ പോകുന്നത്. കണ്ടോ, ഇത് ചെറുതാ, ചെറിയ ഏറാ, കുഞ്ഞ് ഏറാ. ഈ ചൂണ്ടയ്ക്ക് ഒരു ചെറിയ ഏറെടുപ്പുണ്ടേ. ചെറുതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഏറതല്ല കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് വല കെട്ടിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അതും കൂടെ നോക്കണം. അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. രാവിലെ നമ്മുടെ കുറുക്കവും കൂടവന്നായിരുന്നേ. അവൻ അക്കരയ്ക്ക് മഴ നനഞ്ഞ് നിൽക്കും കേട്ടോ. നമ്മൾ ഇക്കരെ ചൂണ്ട കുത്തിരുന്നത്. അപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റിയില്ല അവന്. ഇനിയിപ്പോൾ അക്കരെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവൻ വള്ളത്തിൻ്റെ ഒപ്പം വന്നോളൂ. ഇത് നമ്മൾ വലിയ മീനെ പിടിക്കാൻ വേണ്ടി ഗൂഡൂഷനൊക്കെ പിടിക്കാൻ വേണ്ടി കെട്ടിയ പോലെയാണ്. ഇതുപോലേക്കൊന്നും ഒന്നുമില്ല കേട്ടോ. വെള്ളം കയറിയെങ്കിലല്ലേ മീൻ കിട്ടത്തുള്ളൂ. വെള്ളം കയറുന്നില്ല, അതുകൊണ്ട് മീനും ഇല്ല.
ഇത് നമ്മുടെ കുറുക്കും ഒപ്പം തന്നെ വരുന്നുണ്ടേ. നമ്മൾ വല ഇട്ടിട്ട് കുറച്ച് പൊടിവിനെ കിട്ടിയേ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, നല്ല മഴയായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടെ കുറഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ കുറച്ച് ചൂണ്ട കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ നോക്കാം. എന്താ ചൂണ്ടയ്ക്ക് വേണ്ട കേട്ടോ. വെള്ളത്തിലേക്ക് എടുത്തിട്ടാ മതി. പോയോ? പോയ ആവശ്യമുണ്ട്. ആ നല്ല താത്തുന്നുണ്ട് കേട്ടോ, മുഴുത്തവനായിരിക്കും. ഇതുകൊണ്ട് നല്ല സൈസ് ഒരു ചെറുവനാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു മീനെ മുഴുത്തനെ കിട്ടി കേട്ടോ. നമുക്ക് അടുത്ത ചൂണ്ട നോക്കാനായിട്ട് പോവാം. പുറത്തേലുണ്ടെന്ന് തോന്നുന്നു, വലിഞ്ഞിപ്പുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ചൂണ്ട വലിഞ്ഞ് നിൽപ്പുണ്ടേ, നൂല് വലിഞ്ഞ് നിൽപ്പുണ്ട്. മീൻ കാണും. ഇതേലൊന്നുമില്ല കേട്ടോ, അപ്പുറത്തെ ചുണ്ടര മീൻ കിടക്കണം. അതിലുണ്ട്. അപ്പോൾ അതിലും സൈസ് കയറാൻ തോന്നാ, ഭയങ്കരമായിട്ട് വലിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ കിട്ടലേക്കാളും കൊടുത്ത് തരണേ. കേൾക്കുണ്ടോ? നമ്മളങ്ങനെ എല്ലാ ചൂണ്ടകളും തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടേ. പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കുടഞ്ഞിട്ട് കാണാം കേട്ടോ. കിട്ടിയ മീനുകളെല്ലാം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതൊക്കെ കിട്ടിയ മീനുകൾ. കുറേ ഞണ്ടും കിട്ടിയായിരുന്നു കേട്ടോ വലയ്ക്ക്. 3 ഏറെ ചൂണ്ടയ്ക്ക് പിടിച്ചാണ്. ബാക്കി കുറേ ചൊട്ടാവള ഉണ്ട്, പിന്നെ ഒരു ചൊട്ടാവള ഉണ്ട് കേട്ടോ. ഒരു ചൊട്ടാവള പിന്നെ കുറേ ഞണ്ടും ഒക്കെ ഉണ്ട്. എല്ലാം വലയ്ക്ക് കിട്ടുക. ഇതാണ് ഏറ്റവും മുഴുത്ത ഏറ്. പിന്നെ സിലോപ്പി ഉണ്ടോ ചെറുതാണ്. ഒരു ആവറേജ് 2 കിലോ വരുന്ന മീനുകളാണ്. നമ്മൾ കാർബൺ കൊടുത്താട്ടോ ഇനി യൂസ് ചെയ്യുന്നത്, സാധാ വെള്ളത്തല്ല. ഈ കാർബൺ കൊടുത്താണ് പെട്ടെന്ന് തന്നെ ഉടക്കും, നല്ല മൂർച്ചയുള്ളതുകൊണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തേ.
അത്യാവശ്യം മീനൊക്കെ കിട്ടി. നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇല്ലേ കാണാവേ.